നമ്മുടെ ചരിത്രത്തിന്റെ ആദ്യ പാഠങ്ങൾ ഗുഹാചിത്രങ്ങളിൽ നിന്നായിരുന്നു നമ്മൾ പഠിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അന്ന് അവർ ഉപയോഗിച്ചിരുന്ന പ്രധാനമായ വെളിച്ചം തീയായിരുന്നു. തീയ്, ചൂട്, അതുപോലെ വേട്ടക്കാരിൽ നിന്നുള്ള സംരക്ഷണം, അതുപോലെ ഭക്ഷണം പാകം ചെയ്യാനായിട്ടുള്ള വഴി എന്നിവ നമ്മുടെ പൂർവികർക്ക് നൽകി. എന്നാൽ അത് പെട്ടെന്ന് പടരുന്നതും അപകടകാരിയുമായിരുന്നു. ഇത് കൂടുതൽ സ്ഥിരതയുള്ള പ്രകാശ സ്രോതസ്സുകൾ വികസിപ്പിക്കാനായിട്ട് നമ്മുടെ പൂർവികരെ നയിച്ചു. മനുഷ്യർ കൂടുതൽ സ്ഥിരതയുള്ള വെളിച്ചം കണ്ടുപിടിക്കാൻ തുടങ്ങി. സമൂഹം കൂടുതൽ വികസിക്കുന്നതോടൊപ്പം എണ്ണവിളക്കുകൾ പ്രചാരത്തിലെത്തി. ഈ വിളക്കുകൾ കളിമണ്ണുകളിൽ നിന്നോ കല്ലിൽ നിന്നോ നിർമ്മിച്ചതും വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സസ്യ ഓയിൽ, എണ്ണയോ മൃഗങ്ങളുടെ കൊഴുപ്പോ ഉപയോഗിച്ച് കൂടുതൽ വിശ്വസനീയവും തിളക്കവുമായ പ്രകാശ സ്രോതസ്സുകളെ നിർമ്മിക്കാനായിട്ട് അന്ന് തുടങ്ങി. എണ്ണ വിളക്കുകളുടെ വരവോടെ വൈകുന്നേരങ്ങളും രാത്രികളും കൂടുതൽ സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങി. ആളുകൾക്ക് ഇപ്പോൾ സൂര്യാസ്തമ സമയത്തും അതിനുശേഷവും സാമൂഹികമായി കൂടുതൽ ഇടപെടാനും കലകൾ സൃഷ്ടിക്കാനും അതുപോലെ ഒത്തുചേർന്ന് കൂടുവാനും എല്ലാം തുടങ്ങി. ഓരോ പ്രദേശത്തിനനുസരിച്ച് എണ്ണവിളക്കുകളുടെ രൂപകൽപ്പനയിലും അതുപോലെ അലങ്കാരത്തിലും വൈവിധ്യങ്ങൾ കണ്ടുവന്നു തുടങ്ങി. എണ്ണവിളക്കുകൾക്കൊപ്പം തന്നെ മെഴുകുതിരികളും വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. മെഴുക് ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്ന മെഴുകുതിരികൾ യാത്രയ്ക്കും മതപരമായ ചടങ്ങുകൾക്കും അനുയോജ്യമായ ഒരു പോർട്ടബിൾ ലൈറ്റ് സ്രോതസ്സായി ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നത്. കൊട്ടാരങ്ങളിലും പള്ളികളിലും അലങ്കാരമായി മെഴുകുതിരികൾ ഉപയോഗിച്ചിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ നടന്ന വ്യാവസായിക വിപ്ലവം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വെളിച്ചത്തിന്റെ ലോകത്ത് ഒരു വലിയൊരു മാറ്റം കൊണ്ടുവന്നു. ഫാക്ടറികളിൽ തെളിച്ചമുള്ളതും കൂടുതൽ വിശ്വസനീയവുമായ ലൈറ്റിങ്ങിന്റെ ആവശ്യകതയെക്കുറിച്ച് അന്ന് ആലോചിക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് ഗ്യാസ് വിളക്കുകൾ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. ഗ്യാസ് വിളക്കുകൾ കൽക്കരിയിൽ നിന്നോ മറ്റ് ഹൈഡ്രോ കാർബൺ ഇന്ധനങ്ങളിൽ നിന്നോ ആയിരുന്നു കത്തിച്ച് വെളിച്ചം ഉണ്ടാക്കിയിരുന്നത്. പരമ്പരാഗത എണ്ണവിളക്കുകളേക്കാൾ വളരെ തിളക്കമുള്ളതും സ്ഥിരതയുള്ളതുമായ പ്രകാശ സ്രോതസ്സുകളായി മാറിയവ. വാതക വിളക്കുകളുടെ വരവോടെ രാത്രിയിലും വ്യവസായശാലകൾ പ്രവർത്തനം തുടങ്ങി. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് വെളിച്ചത്തിന്റെ ചരിത്രത്തിൽ ഒരു വിപ്ലവം തന്നെ സംഭവിച്ചത്. തോമസ് ആൽവ എഡിസൺ വികസിപ്പിച്ചെടുത്ത ഇൻകാൻഡസെന്റ് ബൾബ്. ഈ കണ്ടുപിടുത്തം ഒരു നേർത്ത ഫിലമെന്റിനെ ചൂടാക്കാൻ ഒരു വൈദ്യുതി പ്രവാഹം ഉപയോഗിച്ചിരുന്നു. അത് തിളങ്ങുകയും പ്രകാശം ഉൽപ്പാദിക്കുകയും ചെയ്തു. വൈദ്യുതി വിളക്കുകൾ വികസിച്ചതോടെ വെളിച്ചത്തിന്റെ ലോകം പൂർണ്ണമായി മാറി. തുടക്കത്തിൽ തിളക്കം കുറഞ്ഞ വിളക്കുകളായിരുന്നു കൂടുതൽ വന്നിരുന്നെങ്കിലും പിന്നീട് അതിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു. അവസാനം ഫ്ലൂറസെന്റ് വിളക്കുകൾ പ്രചാരത്തിൽ വന്നു തുടങ്ങി. എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ലൈറ്റിംഗ് ആയിരുന്നു ഫ്ലൂറസെന്റ് ലൈറ്റുകൾ. അത് കൂടുതൽ എഫിഷ്യന്റ് മാത്രമായിരുന്നില്ല, പ്രകാശവും അതുപോലെ തന്നെ അതിന്റെ ലൈഫ് കൂടുതൽ കാലം നിൽക്കാനായിട്ട് സാധിച്ചിരുന്നു. ഇതിന്റെ വെളിച്ചം കൂടുതലും ഒരു വെള്ള നിറത്തിൽ ഉള്ളതായിരുന്നു. അതുവരെ മഞ്ഞ പ്രകാശത്തിൽ നിന്ന് പെട്ടെന്ന് വെള്ള നിറത്തിലുള്ള പ്രകാശങ്ങളിലേക്ക് നമ്മുടെ മനുഷ്യർ പതിയെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ LED വിളക്കുകളുടെ കാലഘട്ടത്തിലാണ്. LED എന്നത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നതാണ് അതിന്റെ ചുരുക്കനാമം. ഒരു ചെറിയ സെമി കണ്ടക്ടർ ചിപ്പിൽ നിന്നാണ് ഇവ പ്രകാശം പുറപ്പെടുവിക്കുന്നത്. LED വിളക്കുകൾ കൂടുതൽ എഫിഷ്യന്റും ദീർഘായുസുള്ളതുമായിരുന്നു. LED വിളക്കുകൾക്ക് നിരവധി ഗുണങ്ങളുണ്ട്. അതാണ് ഇവയെ ഇത്രയും ജനപ്രിയമാക്കി മാറ്റിയത്. താരതമ്യേന കുറഞ്ഞ വൈദ്യുതി ഉപയോഗം, തുല്യ അളവിലോ അതിനേക്കാൾ കൂടുതൽ വെളിച്ചമോ നൽകാൻ ഇവയ്ക്ക് കഴിയും. മനുഷ്യർ ഇനിയും എഫിഷ്യന്റ് ആയിട്ടുള്ള പുതിയ ലൈറ്റിംഗ് സോഴ്സ് കണ്ടുപിടിക്കുന്നതിന്റെ പരിശ്രമത്തിലാണ്. LED ലൈറ്റിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ ഡെപ്തിലുള്ള ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നുണ്ട്, അപ്പോൾ കാത്തിരിക്കുക. കൂടുതൽ വിവരങ്ങൾക്കും ചോദ്യങ്ങൾക്കും താഴെ കമന്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലെയുള്ള കൂടുതൽ രസകരമായ വിഷയങ്ങൾ കാണാൻ മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.